ഞാൻ പറയാം, അജിത് കുമാറിനെ സ്പർശിക്കുന്ന ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. നിങ്ങൾ എഴുതി വെച്ചോ, ഒരു തീരുമാനവും മുഖ്യമന്ത്രി എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ അന്ന് പിണറായി വിജയന് കസാല ഒഴിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ADGPയെ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി 100% അജിത് കുമാറിൻ്റെ കൂടെയാണ്. പിണറായി ഉള്ളിടത്തോളം കാലം ADGPക്ക് ഒന്നും തൽക്കാലം പേടിക്കാനില്ല. ഇനി ഭാവിയിൽ പിണറായി ഇല്ലാത്തൊരു കാലം വന്നാൽ അന്ന് ഇയാൾ മോഡിയുടെ അടുത്തേക്ക് പോകും. അതാണ് അജിത് കുമാർ. അദ്ദേഹമാണ് പിണറായി നരേന്ദ്രമോദിയുള്ളൊരു പാലം ഏതാണെന്ന് ചോദിച്ചാൽ അജിത് കുമാർ. അപ്പോൾ ആ കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇന്നൊരു പത്രത്തിൽ വാർത്ത ഞാൻ കണ്ടു, സത്യത്തിൽ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അതായത് MB രാജേഷ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശത്രു മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലിട്ടുണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഞാനതൊന്നും ഷെയർ ചെയ്തിട്ടില്ല, എന്നാൽ അതിലെ കണ്ടൻസിനോട് ഞാൻ വിയോജിക്കുന്നില്ല. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം എവിടെ എത്തി? ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കേണ്ടത് ബംഗാളിലും ത്രിപുരയിലേക്കുമുള്ള ഒരു പോക്കാണോ കേരളത്തിൽ CPM എന്നുള്ളത് അവരനുയായികൾ മനസ്സിലാക്കി പ്രതികരിക്കണം. അല്ലെങ്കിൽ കാരണം മാധ്യമങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈ മുഖം വികൃതമായതിന് കണ്ണാടി തെല്ലി പൊട്ടിക്കുന്നതിനേക്കാൾ ക്രൂരമാണ്. മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരാ? സ്വേച്ഛാധിപതികളാണ് സാധാരണ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുക. അപ്പോൾ ഇവിടെ എന്ത് സത്യം പറഞ്ഞാലും അവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള അവസ്ഥയിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനെ തകർക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും പാർട്ടി മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരിക്കലും സർക്കാരിൻ്റെ അനുമതി കൂടാതെ ആരെയും കാണാൻ പാടില്ല. ഒന്നുകിൽ ആ രാഷ്ട്രീയക്കാരനുമായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും. ഇത് ആ ബന്ധമല്ല. അതിന് പകരം ജയകുമാറാണ് അദ്ദേഹത്തിൻ്റെ പരിചയക്കാരൻ, ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജയകുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയാവില്ല. പക്ഷേ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു നേതാവിനെ ഒരു IPS ഉദ്യോഗസ്ഥൻ കാണാൻ പോയാൽ അത് തെറ്റു തന്നെയാണ്.